Hi all, welcome to I+. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷൻ നമുക്ക് സോഷ്യൽ സയൻസ് പെഡഗോജി ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്താ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും പെഡഗോജി എന്ന് പറയുമ്പം എല്ലാ ഏരിയയിലും ചോദിക്കുന്നതാണ്. നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന എക്സാമിൽ സോഷ്യൽ സയൻസ് പെഡഗോജിയിലുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. പലരും വീഡിയോ കണ്ടു പോകാറുണ്ട്, പക്ഷേ എന്താണ് എത്ര മാർക്ക് വാങ്ങിയെന്ന് കമൻറ്റ് ചെയ്യാറില്ല. കമൻറ്റ് ചെയ്ത് തന്നെ പോകുക. നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്കൗട്ട് ചെയ്യാവുന്നതല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Which of the following questions says only remember aspect of cognitive process? നമ്മൾ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചതാണ്, കോഗ്നിറ്റീവ് പ്രോസസ് പഠിച്ചതാണ്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. റീകോൾ, റിമെമ്പർ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം ബ്ലൂംസ് ടാക്സോണമി അതിൻ്റെ എന്താണ് റിവൈസ്ഡ് വെർഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, വെറുതെ സൈക്കോളജി അല്ലെങ്കിൽ പെഡഗോജി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഏരിയ മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് വിചാരിക്കില്ല. അതേ കൺസെപ്റ്റ് റിപ്പീറ്റായി ചോദിക്കുന്ന കണ്ടോ. അതുതന്നെയാണ് ഓരോ ക്ലാസ്സിലും ഞാൻ പറയാറുള്ളത്. ആ പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണല്ലേ. അവിടെ കണ്ടു ഇവിടെ കണ്ടു അല്ലേ, കുമ്പിടിയെ പോലെ പല ഏരിയയിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. ഈ ചോദ്യം നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നും. കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ റിമെമ്പർ ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ അസസ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ. List the important projects started during the second 5-year plan. അറിയാലോ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ എസ് എ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് വന്ന ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ് എന്താണ്, അത് ഒരു ഓപ്ഷനാണ്. അടുത്ത എന്താണ്, റൈറ്റ് എ നോട്ട് ഓൺ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നടത്തിയ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുക. Describe with examples on the progress made in the field of medicine. മെഡിസിൻ ഫീൽഡിൽ വന്നിട്ടുള്ള ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുള്ള പ്രോഗ്രസ്സിനെ കുറിച്ച് എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് സഹിതം എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് എഴുതുക. Then examine the rights given by the Indian Constitution to protect the cultural and educational rights of minorities in India. ഇന്ത്യയിലെ മൈനോറിറ്റീസ്, ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കൾച്ചറൽ എഡ്യൂക്കേഷൻ റൈറ്റ്സിനെ കുറിച്ച് എഴുതുക. അടുത്തതായത് കീ ഫീച്ചേഴ്സ് ഓഫ് കൊങ്കൺ റെയിൽവേയുടെ കീ ഫീച്ചേഴ്സിനെ കുറിച്ച് എഴുതുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നെന്നുള്ള രീതിയിലല്ല ചോദ്യം നോക്കിക്കേ. കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാനായിട്ടാണ്. എ ബി സി ആൻഡ് ഡി, ബി സി ഡി ആൻഡ് ഇ, ഓൺലി എ സി ആൻഡ് ഡി, എ സി ആൻഡ് ഇ. ഇത് ഈ ഒരു റീസെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് റിമെമ്പർ ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ലിസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് 5-year പ്ലാൻ. ഓർത്ത് വെക്കണ്ടായോ, പഴയ കാര്യമല്ലേ, ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ അത് ഓർത്ത് വെച്ച് ആ റിമെമ്പർ ആസ്പെക്റ്റ് വെച്ച് നമുക്ക് എഴുതാൻ കഴിയുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും അതെ. റൈറ്റ് എ നോട്ട് ഓൺ കരിക്കുലർ ആൻഡ് കോകരിക്കുലർ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ. അവിടെ നമുക്ക് എന്താണ് ഈ പറയുന്നില്ല, ആ റിമെമ്പർ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ നടന്ന കാര്യമാണ്. കരിക്കുലർ ആൻഡ് കോകരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ പങ്കെടുത്തതാണ്. അതിനെ എങ്ങനെ നമ്മൾ റിമെമ്പർ ആസ്പെക്റ്റിനെ അളക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമൊന്നും അല്ല. Okay. Then describe with examples of the progress made in the field of medicine. മെഡിക്കൽ ഫീൽഡിലെ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ റിമെമ്പർ ചെയ്ത് വെക്കേണ്ടതാണ്. Then examine the rights given by the Indian Constitution to protect cultural and educational rights of minorities in India. ആ ക്വസ്റ്റ്യൻ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടില്ല. എന്താണ് ചോദ്യം? എക്സാമിൻ ചെയ്യുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് എക്സാമിൻ ചെയ്യുക എന്നതാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ദെൻ ഫൈനലി റൈറ്റ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് കൊങ്കൺ റെയിൽവേയുടെ കീ ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമുക്ക് റിമെമ്പർ ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കിക്കുക, ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ എക്സാമിൻ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സ്കൂളിൽ എന്താണ് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ റിമെമ്പർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ബി
സിയും ഡിയും ഇവിടെ വരത്തില്ല എന്ന് മനസ്സിലായി. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് എയും സിയും ഇയും ഓൾറെഡി വരുമെന്നും മനസ്സിലായി. ഇനി മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഒരു കാരണവശാലും ഈ ഓപ്ഷൻ നോക്കി വെച്ചിട്ട് പിന്നെ ചിന്തിക്കാൻ പോകരുത്. നമ്മൾ എന്താണ് കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഓപ്ഷൻസ് കണ്ടിട്ട് പിന്നെ ചിന്തിക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്കവിടെ മിസ്ഇൻറ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ഉത്തരത്തിൽ എത്തിയ ശേഷം ഓപ്ഷൻസ് നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. എ സി ആൻഡ് ഡി അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നു. അപ്പോൾ ഇൻ കേസ് നമ്മളുടെ അനുമാനം തെറ്റാണെങ്കിൽ അത് ഓപ്ഷനിൽ കാണില്ല. അപ്പം നമ്മൾ എന്ത് വീണ്ടും റീതിങ്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following will be the best way or best ways to access students' progressive growth and achievement and can also be used as evidence to show to parents if needed? കുട്ടികളുടെ പ്രോഗ്രസീവ് ഗ്രോത്തും അച്ചീവ്മെൻറ്റും അളക്കുക. അതോടൊപ്പം എന്താണ് കുട്ടികളുടെ പേരൻസിന് ഇതുപോലെ കുട്ടിക്ക് ആ ഒരു കുട്ടിയുടെ എന്താണ് പറയുക പ്രോഗ്രസീവ് ഗ്രോത്തിനെ നമ്മൾ പേരൻസിന് റിവീൽ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് പേരൻസിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യാവുന്നത്? ടേം ആൻഡ് എക്സാം മാർക്സ്, റൂബ്രിക്സ്, റിപ്പോർട്ട് കാർഡ്, പോർട്ട്ഫോളിയോ. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് 4 എണ്ണോ ഇല്ലയോ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് വേണം. ഇതാണ്ട് ഓപ്ഷനിൽ 4 എണ്ണം എന്നുള്ള ഓപ്ഷനൊന്നും ഇല്ല. അപ്പം നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ 4 വരുമോ? നമുക്ക് ഓരോ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. ടേം ആൻഡ് എക്സാം മാർക്സ്, ഫൈനൽ മാർക്ക്. ഫൈനലി ഒരു കുട്ടി 100-ൽ 100 വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി 100-ൽ 50 മാർക്കേ വാങ്ങുന്നുള്ളൂ. അത് ആ കുട്ടിയുടെ ഓവറോൾ അച്ചീവ്മെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് നടത്തുന്നത്, അല്ലേ? നിരന്തരവും സമഗ്രവുമായിട്ടുള്ള ആ ഒരു എഴുത്ത് പരീക്ഷയിൽ 100-ൽ 100 വാങ്ങിച്ചു എന്നതല്ല ആ കുട്ടിയെ അളക്കാനുള്ള മാനദണ്ഡം, അല്ലേ? അപ്പം നമുക്കൊരു എൻറ്റയർ ആയിട്ടുള്ള പ്രോഗ്രസ് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ദിവസം നന്നായിട്ട് പെർഫോം ചെയ്തു, ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും കാരണവശാൽ ഇതുവരെ കറക്റ്റായിട്ട് എന്താണ് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കും ആ ഒരു ദിവസം എന്തെങ്കിലും പ്രത്യേക അവസ്ഥ കൊണ്ട് സ്കോർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതാണ് കുട്ടിയുടെ ഗ്രോത്ത്, അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പം നമുക്ക് ആ ഒരു ഓപ്ഷൻ അങ്ങ് മാറ്റിക്കൂടെ? ടേം ആൻഡ് റൂബ്രിക്സ്, ടേം ആൻഡ് എക്സാമിനേഷൻ മാർക്സ്. ഇനി അടുത്ത റൂബ്രിക്സ് നമ്മൾ മാർക്ക് ഇത്ര എന്നുള്ള രീതിയിൽ റൂബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. ആ റൂബ്രിക്സ് വെച്ചുകൊണ്ട് കുട്ടിയെ നമുക്ക് എന്താണ് അസസ് ചെയ്യാൻ പറ്റുമോ? അത് പേരൻസിന് കൊണ്ട് കാണിച്ചിട്ട് ഇതാണ് കുട്ടിയുടെ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്താണ് റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്ന സമയത്തും ഫൈനൽ മാർക്ക് മാത്രമല്ല, അല്ലേ? റിപ്പോർട്ട് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ആദ്യം മുതലേ ഓർഡറിലുള്ള ആ ഒരു കുട്ടിയുടെ പെർഫോമൻസിൻ്റെ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കാർഡ് എടുക്കുന്ന സമയത്ത് എൻഡിലുള്ള മാർക്ക് മാത്രമല്ല, കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല, കരിക്കുലറും എക്സ്ട്രാ കരിക്കുലറും ഒക്കെ ഇന്ന് റിപ്പോർട്ട് കാർഡിൽ ആഡ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത് കുട്ടിയുടെ ഓവറോൾ പെർഫോമൻസ് ഗ്രോത്തിനെയൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ പേരൻസിന് എന്താണ് ഷോ ചെയ്യാനായിട്ടും സാധിക്കും. ദെൻ പോർട്ട്ഫോളിയോയിലും തീർച്ചയായിട്ടും എന്താണ് അച്ചീവ്മെൻറ്റുകളുടെ കളക്ഷൻ ആണല്ലേ വരുന്നത്. അവിടെ നമുക്കതും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് 2 ഓപ്ഷൻസ് കണ്ടില്ലേ? സി ആൻഡ് ഡി ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഓപ്ഷൻസിൽ നമുക്ക് സി ആൻഡ് ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഓപ്ഷൻ ഉണ്ട്. സി ആൻഡ് ഡി ആണ് അവിടെ ആൻസറായിട്ട് വരിക. അടുത്ത ചോദ്യം. Which of the following are the characteristics of evaluation in social studies? സോഷ്യൽ സ്റ്റഡീസിലെ ഇവാലുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവാലുവേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്. ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് റിട്ടൺ ടെസ്റ്റ് only. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ 4 ഓപ്ഷൻസ് എന്താണ്? ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാമല്ലേ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ. അടുത്ത ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്. തീർച്ചയായിട്ടും ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണോ? അല്ലേ? കാരണം എന്താണ്, നമുക്ക് ഇവാലുവേഷൻ ആവശ്യമാണ്. ഒന്നും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ പഠിപ്പിച്ച് പോകുന്നു, കുട്ടികൾ പഠിച്ചു പോകുന്നു. അവിടെ ഗ്രോത്ത് ഉണ്ടോ, പ്രോഗ്രസ് ഉണ്ടോ അറിയാൻ വല്ല വഴിയും ഉണ്ടോ? അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്താവശ്യമാണ്? അസസ്മെൻറ്റും ഇവാലുവേഷനും ആവശ്യമാണ്. Then it is done on the basis of written test only. റിട്ടേൺ ടെസ്റ്റുകൾ ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ഇവാലുവേഷൻ അളക്കുന്നത്. ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലേ? റിട്ടേൺ ടെസ്റ്റ് മാത്രമാണോ?
ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ നേടേണ്ട ഷോർട്ട് ടൈം ഗോൾസ് ആണ് ഒബ്ജക്റ്റീവ്സ്. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നു, അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? കുട്ടിയിൽ ആ ഒരു പെർട്ടിക്കുലറായിട്ടുള്ള കാര്യം മനസ്സിലാക്കി കിട്ടണം. കുട്ടിയിലിപ്പം ക്യാരക്ടർ ചേഞ്ചിലാണെങ്കിലും ക്യാരക്ടർ ഫോർമേഷനിലാണെങ്കിലും ആ കാര്യം അപ്പം നടക്കണം, അല്ലാതെ 10 വർഷം കഴിഞ്ഞല്ല നടക്കേണ്ടത്. അപ്പം അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. അപ്പം നമുക്ക് എന്താണ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻ വന്നേക്കുന്നത്. അപ്പം 4 ഓപ്ഷനും എന്തായാലും 3 ഓപ്ഷൻസേ ഉള്ളൂ. ഇവിടെ നമുക്ക് തെറ്റ് എന്ന് തോന്നുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡൺ ഓൺ ദ ബേസ് ഓഫ് റിട്ടൺ ടെസ്റ്റ് ഉള്ളി. എഴുത്ത് പരീക്ഷയിലൂടെ മാത്രമാണോ കുട്ടിയെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും? ഈവൻ സോഷ്യൽ സയൻസ് ഇവാലുവേഷൻ ആവട്ടെ, സോഷ്യൽ സ്റ്റഡീസ് ഇവാലുവേഷൻ ആവട്ടെ, ഏതൊരു സബ്ജക്റ്റ് ആവട്ടെ, റിട്ടൺ ടെസ്റ്റിലൂടെ മാത്രം ഒരിക്കലും എന്താണ് ഒരു കുട്ടിയെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. എന്നാൽ റിട്ടൺ ടെസ്റ്റ് ഉള്ളിയിലൂടെ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുക എന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. ഒരുപാട് എക്സ്പെക്റ്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. റിട്ടൺ ടെസ്റ്റ് ഒരു എക്സ്പെക്റ്റ് ആണ്, അല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതാണ് അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പം നമുക്ക് നോക്കാം, A, B and D എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. A, B and D എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ആർ കൺസിഡേർഡ് ഇൻ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ആസ് പാർട്ട് ഓഫ് ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതുപോലെ ഓരോ സബ്ജക്റ്റിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ജനറലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? നമുക്ക് നോക്കാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വരുന്ന ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാം. ഓപ്ഷൻസ് ഇതാണ്. എൻഷുർ ദാറ്റ് സ്റ്റുഡൻസ് അറ്റൻഡ് ആൾ ദ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ഇൻ ദ സ്കൂൾ. സ്കൂളിൽ നടത്തുന്ന എല്ലാ എക്സാമിനേഷനും കുട്ടി അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. കൺഫേം വിത്ത് ദ വാല്യൂസ് എൻഷ്രൈൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ പറഞ്ഞേക്കുന്ന വാല്യൂ ആയിട്ട് ഒത്തുപോകുന്നോ എന്ന് നോക്കാം. ഹെൽപ്പ് ദ ചൈൽഡ് ടു എക്സ്പ്രസ് ഹിസ് ഓർ ഹെർ വ്യൂസ് ഫ്രീലി. കുട്ടിയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സഹായിക്കാം. ചെക്ക് ദ ഹോംവർക്ക് ഓൺ റെഗുലർ ബേസിസ്. ഹോംവർക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട്, ബാക്കിയൊന്നും ചെയ്തില്ലല്ലോ എന്നാണ്, കുട്ടി ഹോംവർക്ക് ചെയ്തു എന്ന് നോക്കാം. അപ്പം നമുക്ക് എന്താണ് ഇതുപോലെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ A, B, C, D 4 ഓപ്ഷനും എന്തായാലും വരത്തില്ല. ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അല്ലേ? നമുക്ക് ആൻസർ വരിക B and C ആണ്. കാര്യം നോക്കിക്കുകയും ബിയും സിയും വരാനുള്ള കാര്യം വാല്യൂസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒത്തുപോകണം എന്നുള്ള കാര്യം ഓൾറെഡി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കണ്ടില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ കണക്റ്റ് ആയത് കണ്ടില്ലേ? ആ ഒരു കണക്ഷൻ നിങ്ങൾ നോക്കുക. പിന്നെന്താണ്, കുട്ടിയുടെ വ്യൂസ് ഫ്രീ ആയിട്ട് കുട്ടിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. ആ 2 കാര്യങ്ങൾ. അല്ലാതെ ഈ ഹോംവർക്ക് കൃത്യമായി കൊടുക്കുക, ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യിക്കുക, എല്ലാ പരീക്ഷയും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പിന്നെ എന്താണ് ഈ പറഞ്ഞ ഇവാലുവേഷൻ പ്രൊസീജിയറും തമ്മിലുള്ള കണക്ഷനെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ മേ ബി കാര്യങ്ങളായിട്ട് വന്നേക്കാം. പക്ഷേ നമ്മളിവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉത്തരം നോക്കുമ്പോൾ നമുക്ക് 2 എണ്ണമാണല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ വാല്യൂസ് പറഞ്ഞിട്ടുണ്ടോ അതുമായിട്ട് ഒത്തുപോകണം. ഈ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നത് ഒരു മൗലിക അവകാശമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. തീർച്ചയായിട്ടും കുട്ടി ഒരു സിറ്റിസൺ വരേണ്ട ഒരു വ്യക്തിയാണല്ലേ. അപ്പോൾ ഫ്രീ ആയിട്ട് അവൻ്റെ ഒപ്പീനിയൻ പറയാനായിട്ടുള്ളൊരു അവസരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, നമുക്ക് നോക്കാം. ഇൻ വിച്ച് സ്റ്റെപ്പ് ഓഫ് ദ പ്രൊജക്ട് മെത്തേഡ് ദ റിസോഴ്സ് ടൈം ലൈൻസ് ആൻഡ് ബഡ്ജറ്റ് ഫോർ ദി പ്രൊജക്ടർ ഐഡൻറ്റിഫൈഡ്? സിമ്പിൾ ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ. നമുക്ക് എന്താണ് 1 മിനിറ്റിനൊക്കെ അകം ഉത്തരം കിട്ടുക എന്ന് പറയത്തില്ലേ, അത്തരത്തിലുള്ള ചോദ്യം. നേരത്തെയൊക്കെ കുറച്ച് ചിന്തിക്കേണ്ടി വന്നു, അധികം ചിന്തിക്കുകയൊന്നും വേണ്ട. ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു, ഏത് റിസോഴ്സ് ഉപയോഗിക്കുന്നു, ടൈം ലൈൻ എത്രയാണ്, ബഡ്ജറ്റ് എത്രയാണ് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് പ്രോജക്റ്റിൻ്റെ ഏത് സ്റ്റേജിലാണ്, സെലക്ഷൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ. കൂടുതലൊന്നും ചിന്തിക്കേണ്ട, എന്താണ് പ്ലാനിങ് തന്നെയാണ്. എന്ത് മെത്തേഡ് എന്ന് പ്ലാൻ ചെയ്യുന്നു, എന്ത് റിസോഴ്സ് എന്ന് പ്ലാൻ ചെയ്യുന്നു, ടൈം ലൈൻ എത്രയെന്ന് പ്ലാൻ ചെയ്യുന്നു, ബഡ്ജറ്റ് എത്രയെന്ന് പ്ലാൻ ചെയ്യുന്നു. ചോദ്യത്തിൽ തന്നെ ഉത്തരം ഇരിപ്പുണ്ടല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കിട്ടും. അപ്പം നമുക്ക് നേരത്തെയൊക്കെ ചോദ്യങ്ങളിൽ എന്താണ് കുറച്ച് ആലോചിച്ച് സമയം കളയേണ്ടി വന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ എന്താണ് ആലോചിച്ച് സമയം കളയേണ്ട. അപ്പോൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ആകുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്